ഹായ്, അങ്ങനെ ക്രിസ്മസ് ഒക്കെ ആയില്ലേ? അപ്പോൾ നമുക്ക് പുൽക്കൂട് സെറ്റപ്പ് ചെയ്യണ്ടേ? അതിന് ഞാൻ കുറേ വേസ്റ്റ് കാർഡ്ബോർഡുകളെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് വെച്ചിട്ട് ഒരു അടിപൊളി പുൽക്കൂട് ഉണ്ടാക്കിയാലോ? എന്നതാ ഈ വലിയ പെട്ടികളൊക്കെ എനിക്ക് ഇനി യൂസ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് അതിന്റെ മുകളിൽ ആദ്യം ഒരു ബേസ് സെറ്റ് ചെയ്യാം. ബേസ് സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ചെറിയ കാർഡ്ബോർഡ് പെട്ടികളൊക്കെ വെച്ചിട്ട് ഒരു ടെറൈൻ നമുക്ക് പ്ലാൻ ചെയ്യാം. ഞാൻ പുറകിലൊരു ബാക്ക്ഗ്രൗണ്ട് കൂടി സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുന്നുവരിവുകളും പാറക്കെട്ടുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് പേപ്പർ വേണം. ക്രിസ്മസ് ഡിസംബറിലായി നന്നായി, അതുകൊണ്ട് പഴയ കലണ്ടറുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. ഞാനും ആൽഫിക്കുട്ടിനും കൂടി കുറേ പാറകൾ ഉണ്ടാക്കാനായിട്ടുള്ള പേപ്പറുകൾ ചുറ്റിയെടുത്തു. എന്നിട്ട് അതൊന്ന് അടുക്കി ശരിയാക്കി വെച്ചു. ഇനി നമുക്ക് ആ വീടൊന്ന് സെറ്റ് ചെയ്യാം. വീട് സെറ്റ് ചെയ്യാനായിട്ടുള്ള കാർഡ്ബോർഡ് പെട്ടികൾ എടുത്തിട്ട് അതിൻ്റെ റൂഫിങ്ങും സൈഡും എല്ലാം നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. അതിന്റെ വാതിലുകളും ജനലുകളൊക്കെ ഞാൻ വെട്ടി ശരിയാക്കി കേട്ടോ. കൂടാതെ നമ്മൾ ഗ്ലൂഗൺ വെച്ചിട്ടാണ് എന്റെ റൂഫിംഗ് ഒക്കെ ഒട്ടിച്ചത്. വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. മുകളിലൊരു നിലയും കൂടി നമുക്ക് സെറ്റ് ചെയ്യാം. അതും ഗ്ലൂഗൺ വെച്ച് തന്നെയാണ് ഞാൻ ഒട്ടിച്ചത്. ഞാനൊരു ബാൽക്കണിയൊക്കെ ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുവേണ്ടി ഒരു സോപ്പ് പെട്ടിയാണ് ഞാൻ എടുത്തത്. അങ്ങനെ വീടിൻ്റെ ഒരു ഏകദേശം സെറ്റപ്പാക്കി വെച്ചു. ബാക്കി പേപ്പറുകളെല്ലാം കറക്റ്റായിട്ട് വെച്ചു. ഇനി നമുക്ക് നമ്മുടെ ടെറൈൻ ഒന്ന് പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ട് ഒന്ന് പ്ലാസ്റ്റർ ചെയ്തെടുക്കണം. അതിനായിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കുറച്ച് അധികം വെള്ളത്തിൽ കലക്കി അതിനകത്ത് നമ്മൾ തുണി മുക്കി നമുക്ക് വേണ്ട ടെറൈൻ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. റൂഫിംഗ് ചെയ്യാനായിട്ട് ഞാൻ പാർസലൊക്കെ വരുന്നതിൻ്റെ കൂടെയുള്ള പാക്കിംഗ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് പീസായിട്ട് സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ തൊഴുത്തൊന്ന് സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഇവിടെ കുറച്ച് വേസ്റ്റ് ഇരുന്നിരുന്ന തെർമോക്കോൾ പീസുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ഒടിച്ച് നമുക്ക് വേണ്ട ഷേപ്പിലൊന്നാക്കിയെടുക്കാം. ഏകദേശം ഒരു ഷേപ്പിലായിട്ടുണ്ട്. നമുക്ക് വെച്ച് നോക്കാം. ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഫീൽ കിട്ടാനായിട്ട് ഞാൻ കത്തി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് തെർമോക്കോളൊന്ന് ഉരുക്കി കല്ലിന്റെ ഷേപ്പിലാക്കിയെടുക്കുകയാണ് ചെയ്തത്. ഇനി കോൺ കഴിച്ചതിന് ശേഷം അതിന്റെ നടുക്ക് വരുന്ന സാധനം കൊണ്ട് നമുക്കൊരു ചെറിയ പാടം പോലെ ഉണ്ടാക്കാം. നമ്മുടെ പ്ലാസ്റ്റർ ഒക്കെ ഉണങ്ങി ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കൂടാതെ ഞാൻ കുറച്ച് മരച്ചില്ലകളെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഒരു പാലത്തിന്റെ ബേസ് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ വാഗമണ്ണ് പോയപ്പോൾ കിട്ടിയ പൈനിന്റെ കായകൾ വെച്ച് നമുക്കൊരു പരിപാടി ചെയ്യാം. ഇനി നമുക്ക് പുൽക്കൂടിന്റെ ബേസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. പിന്നെ പുൽക്കൂടിന്റെ സൈഡൊക്കെ ഒന്ന് പ്ലാസ്റ്റർ ചെയ്തെടുക്കാം. ബേസ് സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് കട്ടിയിൽ നമുക്ക് കുഴച്ചെടുക്കാം. സൈഡ് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇച്ചിരി കൂടി വെള്ളം കൂട്ടി കുഴച്ച് നമുക്കൊന്ന് പെയിന്റ് ചെയ്യുന്ന പോലെ ബ്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് കട്ടിയാവും. ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്കൊന്ന് നീല പെയിന്റ് ചെയ്യാം. പിന്നെ ഇത്തിരി മൈദ കുറുക്കിയെടുത്തിട്ട് നമ്മുടെ ഉണ്ടാക്കിയ വീടിന്റെ സൈഡിലൊക്കെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വീടിന്റെ വാൾസിനൊക്കെ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വലിയ വീടിനും കുട്ടി വീടുകൾക്കൊക്കെ നമ്മൾ അതുപോലെ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് പുൽക്കൂടിനും ചെറുതായിട്ട് പെയിന്റ് അടിക്കാം. അതുപോലെ നമ്മുടെ വീടിനും പ്ലാന്റേഷനൊക്കെ ആലിസുട്ടിയായിട്ടാണ് പെയിന്റ് അടിച്ചത്. അങ്ങനെ വീടിന്റെ ഡോറിനൊക്കെ പെയിന്റ് അടിച്ച് ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടോ മൊത്തത്തില്. ഇനി നമുക്ക് കുറച്ച് ഡീറ്റെയിൽ വർക്കുകൾ ചെയ്യാം. അതിന് ചെറിയ മുളയുടെ കഷ്ണങ്ങളാണ് ഞാൻ എടുത്തത്. കറക്റ്റ് സമയത്ത് നമ്മുടെ ഇൻസുലേഷൻ ടേപ്പ് തീർന്നുകൊണ്ട് അതുകൊണ്ട് കിണറുണ്ടാക്കി കേട്ടോ. അപ്പം അതിന്റെ സൈഡിലൊക്കെ ഞാൻ മുള തന്നെ യൂസ് ചെയ്തത്. അതുപോലെ മുള വെച്ച് തന്നെ നമ്മുടെ പാലത്തിന്റെ കൈവരിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു.
കിണറിന്റെ കപ്പിയും കയറും ഉണ്ടാക്കാനായിട്ട് സിറപ്പ് കൊടുക്കുന്ന അടപ്പാട്ടം ഞാൻ യൂസ് ചെയ്തത്. അങ്ങനെ കപ്പിയും കയറ് സെറ്റായി. ഈ പെയിന്റ് അടിച്ചാൽ മതി. അങ്ങനെ നമുക്ക് എല്ലാത്തിനും ഒന്ന് പെയിന്റ് ഒക്കെ അടിച്ചൊന്ന് ലുക്കാക്കി എടുക്കാം. നമ്മുടെ വീട് ഞാൻ ഒന്നും കൂടി ഒന്ന് ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ വാതിലും ജനലും ബാൽക്കണി എല്ലാം സെറ്റാക്കി. അപ്പോഴാണ് നമ്മുടെ കസിൻ സിസ്റ്റർ പറഞ്ഞത്, എന്നാ പിന്നെ ഒരു ഏറുമാടം കൂടി അങ്ങ് ചെയ്യിച്ചു. നമ്മൾ വിടുമോ, നമ്മളൊരു ഏറുമാടം കൂടി അങ്ങ് ഉണ്ടാക്കിയേക്കാം. അപ്പം അതിന് ഈ മുള വെച്ച് തന്നെ ഞാനൊരു ചെറിയ ഏറുമാടം പോലെ സെറ്റപ്പ് ചെയ്തു. അതിന് പറ്റിയ ഒരു ചെറിയ മരക്കൊമ്പ് നമുക്ക് കിട്ടി. അതിൻ്റെ മുകളിൽ അത് ഒട്ടിച്ചെടുത്തു. കൂടാതെ അതിനൊരു ഏണിയും നമ്മൾ സെറ്റപ്പ് ചെയ്തു. ഏണിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടോയിൻ വെച്ചിട്ട് അതുപോലെ തന്നെ സെറ്റ് ചെയ്തു. അങ്ങനെ ഡീറ്റെയിലിങ്ങിന് വേണ്ട ഒരുമാതിരിപ്പെട്ട സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാ. ഇവിടെ പൂപ്പലൊന്നും കിട്ടാൻ വലിയ വകുപ്പില്ലാത്തതുകൊണ്ട് പള്ളിയിലുണ്ടായിരുന്ന പഴയ ഒയാസിസും കൊണ്ട് എടുത്തുകൊണ്ട് വന്നു. അത് വെച്ചിട്ടാണ് നമുക്ക് പൂപ്പൽ സെറ്റ് ചെയ്തത്. ഇനി നമുക്ക് ഉണ്ണിസെറ്റ് വെച്ചിട്ടാവാം ബാക്കി പരിപാടി. എന്നാലേ നമുക്കൊരു ഐഡിയ വരുള്ളൂ ഇനി എന്തൊക്കെ ഡീറ്റെയിൽ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഉണ്ണീശോനെയും ഔസേപിതാവിനെയും മാതാവിനെയും എല്ലാവരെയും നമ്മൾ അടുക്കി വെച്ചു. ഏകദേശം അവരുടെ പൊസിഷനൊക്കെ കറക്റ്റ് ചെയ്തു. ഇനി നമുക്ക് ബാക്കി ഡീറ്റെയിലിംഗ് വർക്കിലോട്ട് കിടക്കാം. ഇതിനിടയിൽ ഞാൻ ബാൽക്കണിക്ക് കർട്ടനൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി, എന്തായാലും നമ്മൾ പാടമൊക്കെ സെറ്റ് ചെയ്തതല്ലേ, അപ്പോൾ ഒരു വിളവെടുപ്പ് മൂഡ് തന്നെ അങ്ങ് സെറ്റ് ചെയ്തേക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഫ്രൂട്ട്സ് ഒക്കെ കളക്ട് ചെയ്യുന്ന പോലെ കളക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടൊരു തൊട്ടി ഉണ്ടാക്കുവാണ്. അതും മുള തന്നെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. ഈ പശയുള്ളത് കൊണ്ട് പടപടയെന്ന് പരിപാടി തീരും. ആൽഫിക്കുട്ടൻ ഇതൊക്കെ നോക്കി നിന്ന് ചറപറ വർത്താനമായിരുന്നു. അങ്ങനെ തൊട്ടി ശരിയായി. നമുക്കൊന്ന് പെയിന്റ് അടിച്ചെടുക്കാം. ബ്രൗൺ പെയിന്റ് അടിച്ച് ആൽഫിക്കുട്ടൻ അത്ര പിടിച്ചില്ല കേട്ടോ. അവൻ പറയുന്നത് കറുപ്പ് മതിയെന്ന. പക്ഷെ ഞാൻ ബ്രൗൺ തന്നെ അടിച്ചത്. ഇനി ഇതിൽ വെക്കേണ്ട ഫ്രൂട്ട്സ് വേണ്ടേ? അത് ഞാൻ വേപ്പിന്റെ കുരുവാട്ടം എടുത്തത്. വേപ്പ് നിറച്ച് കുരുക്കൾ വന്ന് നിൽക്കുന്നു. കൂടാതെ ഇതൊരു രസത്തിലൊക്കെ ഇടുന്നൊരു കായാണ്, അതും ഞാൻ എടുത്തു. അത് രണ്ടും വെച്ചിട്ട് നമുക്ക് ഫ്രൂട്ട്സ് ഒന്ന് സെറ്റ് ചെയ്യാം. ഇപ്പം ഏകദേശം ഒരു വിളവെടുപ്പ് മൂഡ് തന്നെ സെറ്റായിട്ടുണ്ട്. കൂടാതെ കണ്ടില്ലേ എന്ത് രസമാണെന്ന് നോക്കിയേ. അതിനകത്തോട്ട് ആ കായകൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിളോ മുന്തിരിയോ ഒക്കെ കിടക്കണ പോലെ ഇല്ലേ. ഇത് കണ്ടിട്ടെടുത്ത് കഴിക്കാൻ തോന്നണ്ടാ? കഴിക്കണ്ട കേട്ടാ. നമ്മുടെ അരുവിക്കൊരു കുറച്ചും കൂടി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കോണൊക്കെ റാപ്പ് ചെയ്ത് വരുന്ന ഈ റാപ്പ് പേപ്പർ ഇല്ലേ, പ്ലാസ്റ്റിക്, ഇത് വെച്ചിട്ടാണ് ഞാൻ ഒരു ഗ്ലേസിങ് വരുത്തിയത്. അത് ജസ്റ്റ് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഫെവിക്കോളൊക്കെ തേച്ചൊന്ന് കോട്ട് ചെയ്തു. കൂടാതെ ഒരു വൈറ്റ് പെയിൻറ് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരു വെള്ളം പോകുന്ന പോലൊരു ഫീല് ശരിക്കും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഒരു വെള്ളത്തിന്റെ പോലെ ഒരു ഫീലില്ലേ. പിന്നെ നക്ഷത്രം ഇല്ലാതെ എങ്ങനെയാ? അപ്പം ഞാനൊരു വാൽനക്ഷത്രം കൂടി നമ്മുടെ പുറകിലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരച്ചു കൊടുത്തു. കുറച്ച് കുഞ്ഞു കുഞ്ഞു സ്റ്റാറുകളും. ബാക്കി വന്ന വൈറ്റ് പെയിന്റ് ഞാൻ അരുവിയിൽ ഒന്നും കൂടി ഒന്ന് ടച്ച് ചെയ്തട്ടോ. പിന്നെ പച്ചപ്പ് ഹരിതാപം കുറച്ചും കൂടി ഒന്ന് ഊഷ്മളമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫുഡ് കളർ വാങ്ങിച്ചു. അത് നമ്മുടെ അറക്കപ്പൊടിയിലൊന്ന് മിക്സ് ചെയ്തു. ഫുഡ് കളർ ഈ ഒരു കളറിന് 2.5 രൂപ വിലയുള്ളൂ. അതെല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുമായിരിക്കും. അത് 2 ഞാൻ വാങ്ങിച്ചു. എന്നിട്ട് അറക്കപ്പൊടിയിൽ ശരിക്കും മിക്സ് ചെയ്തു. ഇച്ചിരി വെള്ളം തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കളർ കിട്ടും. എന്നിട്ട് ഞാൻ എല്ലായിടത്തും തൂക്കി കൊടുത്തു, ജസ്റ്റ് ഒരു പച്ചപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത്രയായപ്പോൾ നമ്മുടെ കസിൻ സിസ്റ്റർ പറഞ്ഞു, അന്നാ ഒരു ക്യാമ്പ് ഫയറും കൂടി സെറ്റ് ചെയ്യാം. പിന്നെ അതും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതിൻ്റെ കുറവ് വേണ്ട. അങ്ങനെ ക്യാമ്പ് ഫയറും നമ്മുടെ പശ വെച്ച് ഒട്ടിച്ച് നമ്മളെടുത്തു. കൂടാതെ അകത്ത് ഞാൻ ആ ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്തിട്ട് കോൺ പോലെ ആക്കിയിട്ട് ഞാൻ അടിയിൽ വെച്ച് കൊടുത്തു. കാരണം നമുക്ക് തീ കത്തുന്നൊരു ഫീല് കിട്ടണമല്ലോ. അപ്പം അതിൻ്റെ അകത്ത് നമുക്കൊരു ലൈറ്റ് ഫിറ്റ് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പർ ഫിക്സ് ചെയ്തു.
അതിനുശേഷം നമുക്കിതിൽ കളറടിക്കാം. ഞാനൊരു ഓറഞ്ച് കളറ് അതിൻ്റെ ഈ കോലുകളുടെ തുഞ്ചത്ത് മാത്രം അടിച്ചു കൊടുത്തു. പിന്നെ ടിഷ്യൂ പേപ്പർ ഫുള്ള് ആ കളർ തന്നെ കൊടുത്തു. അങ്ങനെ ലൈറ്റും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ക്യാമ്പ് ഫയർ സെറ്റപ്പായി. ഇങ്ങനെയൊക്കെ ആട്ടോ ഞാൻ ലൈറ്റിങ് കൊടുത്തേ. കണ്ടോ, ഇതൊരു 25 രൂപക്ക് നമുക്ക് ബാറ്ററി വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ്സ് വാങ്ങിക്കാൻ കിട്ടും. മാല ബൾബ് തന്നെയാണ്. അത് ഞാൻ ജസ്റ്റ് വീടുകളിലും എല്ലാം കൊടുത്തു. അങ്ങനെ ഒരു 4 എണ്ണം 100 രൂപ വാങ്ങിച്ചത്. പിന്നെ ചെറിയ ക്യാൻഡിൽസ്, ലൈറ്റ് ക്യാൻഡിൽസ് ഞാൻ ക്യാമ്പ് ഫയറിനും പിന്നെ നമ്മുടെ കുഞ്ഞൻ വീടുകൾക്കും അതുപോലുള്ള ക്യാൻഡിൽസ് തന്നെയാണ് യൂസ് ചെയ്തത്. നമ്മൾ കോട കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വന്നപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ കുറച്ച് മേഘം കൂടി ഉണ്ടാക്കി ചേട്ടാന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് വെച്ചിട്ട് കുറച്ച് മേഘം കൂടി ചെയ്തു. അതിൻ്റെ കമ്പി ജസ്റ്റ് വളച്ച് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് കുത്തി വെച്ചിട്ട് ഒരു സൈഡ് മുകളിലോട്ട് ഒരു സൈഡ് താഴോട്ടും മടക്കി വെച്ചാൽ മതി, അത് നേരൊക്കെ ഇരുന്നോളും. അതിലേക്ക് പഞ്ഞി ഒട്ടിച്ച് നമുക്ക് മേഘമായിട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ പുൽക്കൂട് ഫുള്ള് സെറ്റായിട്ടോ. Christmas is here, bringing a cheer to young and all meek and the bound, bringing cheers. Oh, how they pound race in the sun, and the tell and the tale and the river. People say it's not so good. Christmas is here. Merry, 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 merry Christmas, Merry Christmas, Merry, 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 merry Christmas, Merry Christmas. Moon and the sun down with that and they're just floating to everyone. ഞങ്ങളുടെ പുൽക്കൂട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.